ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കിഴക്കിന്റെ വെനിസിൽ ജലോത്സവ ലഹരി നിറച്ച വഞ്ചിപ്പാട്ടിന്റെ താളലയം. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് മുന്നോടിയായി സംഘടിപ്പിച്ച വഞ്ചിപ്പാട്ട് മത്സരത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളും വിദ്യാർത്ഥികളുടെയും അടക്കം 27 ടീമുകളാണ് പങ്കെടുത്തത്. ജലോത്സവ പ്രേമികളിൽ ആവേശം നിറച്ച് ആലപ്പുഴയിലെ വഞ്ചിപ്പാട്ട് മത്സരവേദിയിൽ നിന്ന് സുധീഷ് ഗോപാലിന്റെ റിപ്പോർട്ട്. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് മുന്നോടിയായുള്ള വഞ്ചിപ്പാട്ട് മത്സരമാണ് ഇന്ന് ആലപ്പുഴയിൽ നടന്നത്. നിരവധി 27ഓളം ടീമുകൾ ഇതിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു. അതായത് ആറന്മുള ശൈലിയിലും കുട്ടനാട് ശൈലിയിലുമുള്ള വഞ്ചിപ്പാട്ടും അതോടൊപ്പം തന്നെ വെച്ചുപാട്ടുമാണ് മത്സര ഇനങ്ങളായി അവതരിപ്പിച്ചത്. അതിൽ കുട്ടനാട് ശൈലിയിൽ കുട്ടികളടക്കം വിദ്യാർത്ഥികളടക്കം പങ്കെടുക്കുന്ന മത്സരങ്ങളും അരങ്ങേറി. ഇതിൽ പങ്കെടുത്ത അമ്പലപ്പുഴയിൽ നിന്നുള്ള ഒരു ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഏത് രീതിയിലായിരുന്നു മത്സരം, എത്രത്തോളം നിലവാരമുണ്ടായിരുന്നു, അതോടൊപ്പം അവരുടെ ഒരു പ്രകടനവും നമുക്കൊന്ന് പരിശോധിക്കുക. എങ്ങനെ, എത്ര ടീമുകളുണ്ട്? ശക്തമായ മത്സരം തന്നെയാണ് ഓരോ വർഷം ഇവിടെ നടക്കുന്നത്? അതെ, ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. നമ്മൾ ഏതൊക്കെ ഇനത്തിലാണ് മത്സരിച്ചത്? ഞങ്ങള് കുട്ടനാട് ശൈലിയിൽ വഞ്ചിപ്പാട്ട് പാടി, വെച്ചുപാട്ടും പാടി. പാട്ടിന്റെ കുറച്ചു ഭാഗം വന്നു. അപ്പോ വിശ്വനാഥനായ നിന്നെ വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. തകതൈ തകതൈ തക തക തോകൃതി ആശ്രയം മറ്റാരുമില്ല, ആശ്രയം മറ്റാരുമില്ലെന്തച്യുതനാണ്. ആശ്രയം മറ്റാരുമില്ലെന്തച്യുതനാണ്. ആശ്രയം മറ്റാരുമില്ലെന്തച്യുതനാണ്. തകതൈ തകതൈ തക തക തോകൃതി പങ്കജാക്ഷ നിന്റെ പാദ, പങ്കജാക്ഷ നിന്റെ പാദ സേവ ചെയ്യും ജനങ്ങൾക്ക്. പങ്കജാക്ഷ നിന്റെ പാദ സേവ ചെയ്യും ജനങ്ങൾക്ക്. പങ്കജാക്ഷ നിന്റെ പാദ സേവ ചെയ്യും ജനങ്ങൾക്ക്. തകതൈ തകതൈ തക തക തോകൃതി അപ്പോ ഇതും ഈ ആറന്മുള ശൈലിയുമായിട്ടുള്ള വ്യത്യാസം. ആറന്മുള ശൈലി അല്പം കൂടെ പതിഞ്ഞ താളമാണോ? അത് കുറച്ചുകൂടി ദൈവികമായ ഒരു ഭക്തിസാന്ദ്രമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ട് രീതി ഉള്ളൊരു മത്സര ആവേശം പകരുന്നത് കൂടുതൽ മത്സരവള്ളം കളികൾക്കൊക്കെ കുട്ടനാടൻ ശൈലിയും, മറ്റേത് കുറച്ചുകൂടെ ഭക്തിയടമായ രീതിയിലുമാണ് പോകുന്നത്. ഇത് സത്യം പറഞ്ഞാൽ കുട്ടനാട് നമ്മൾ വഞ്ചിപ്പാട്ടുമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ആവേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. 2 ലൈൻ ഏറ്റവും ചുരുക്കിയ ഈ വെച്ചുപാട്ടിന്റെയും കൂടെ 2 ലൈൻ അമ്പാടി തന്നിൽ അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ. അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ. അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ. ഐ അയ്യ തേ തേ കർഗുദി ദി കർഗുദി ദി കർഗുദി താതാദൈദൈദ ഉണ്ണിക്കൊരുണ്ണി കർഗുദി താതാദൈദൈദ ഉണ്ണിക്കൊരുണ്ണി കൂടലുമുണ്ടങ്ങനെ. ഉണ്ണിക്കൊരുണ്ണി കൂടലുമുണ്ടങ്ങനെ. ഉണ്ണിക്കൊരുണ്ണി കൂടലുമുണ്ടങ്ങനെ. ഐ അയ്യ തേ തേ കർഗുദി ദി കർഗുദി ദി കർഗുദി താതാദൈദൈദ അപ്പോ
ട്രോഫിക്ക് ഇനി 3 നാളുകൾ മാത്രം ശേഷിക്കുക. ഈ ആർപ്പ് വിളികളും വഞ്ചിപ്പാട്ടുമാണ് ഇപ്പോൾ പുന്നമടയിലും ആലപ്പുഴയിലും എല്ലാം മുഴങ്ങി കേൾക്കുന്നത്. ആ ഒരു ജലോത്സവത്തിന്റെ ലഹരിയിൽ, ഒരു ആവേശത്തിലേക്ക് പുന്നമടയും കിഴക്കിന്റെ വെന്നീസും എല്ലാം മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ക്യാമറാമാൻ അനൂപിനൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. ശനിയാഴ്ചയാണ് പുന്നമട കായലിൽ ആവേശം നിറയ്ക്കുന്ന മത്സര വള്ളംകളി നടക്കാനിരിക്കുന്നത്. വഞ്ചിപ്പാട്ട് മത്സരം അതിന് മുന്നോടിയായി നടക്കുകയായിരുന്നു. ആ വേദിയിൽ നിന്നാണ് സുധീഷ് ഗോപാൽ പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സിൽ അശ്വതി കെ വാതിക്കലെത്തും. നമസ്തേ.